2004 ഹജ്ജ് ചെയ്തവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഹജ്ജിന് വേണ്ടി ചെലവാക്കിയ തുകയിൽ നിന്ന് 20% റീഫണ്ട് ലഭിക്കുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്ത ഹജ്ജിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹജ്ജ് ഗ്രൂപ്പിന് 7 ലക്ഷം രൂപയിൽ കൂടുതലാണ് നൽകിയതെങ്കിൽ നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത തുകയിൽ നിന്ന് 20% നിങ്ങളുടെ പാനിലേക്ക് TCS എന്ന രൂപേണ ഹജ്ജ് ഗ്രൂപ്പ് അടച്ചിട്ടുണ്ടാകും. ഇതിന്റെ നിയമവശം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്റർനാഷണൽ ട്രാവൽ ഒരു ഏജന്റ് വിൽക്കുമ്പോൾ ആ ഏജന്റ് 7 ലക്ഷം രൂപയിൽ കൂടുതലാണ് ആ ട്രാവൽ പാക്കേജ് എങ്കിൽ ആ പാക്കേജിന്റെ മുകളിൽ 20% TCS എന്ന രൂപേണ ടാക്സ് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതും അത് നിങ്ങളുടെ പാനിലേക്ക് അടച്ചു നൽകേണ്ടതുമാകുന്നു. ഹജ്ജ് ഒരു ഇന്റർനാഷണൽ ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാക്കേജ് തുക 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏജന്റ് തീർച്ചയായിട്ടും 20% നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുമുണ്ടാകും, അത് നിങ്ങളുടെ പാനിലേക്ക് അടച്ചിട്ടുമുണ്ടാകും. നിങ്ങൾ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്ത് 26AS എന്ന് പറഞ്ഞ ഫോം പരിശോധിക്കുകയാണെങ്കിൽ ഈ 20% നിങ്ങളുടെ ഫോമിൽ അടച്ചതായിട്ട് ക്രെഡിറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇങ്ങനെ അടച്ച ടാക്സ് നിങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമായ 2025 ജൂലൈ 31 ഫയൽ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും വേറെ വരുമാനങ്ങളില്ല എങ്കിൽ റീഫണ്ട് ലഭിക്കുന്നതും, വേറെ ടാക്സബിൾ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിന്റെ ടാക്സിലേക്ക് ഈ തുക അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതുമാകുന്നു. അപ്പോൾ 2024 ഹജ്ജ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ 26AS ഫോം പരിശോധിക്കുകയും ഈ എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്രെഡിറ്റ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ 7 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ ട്രാവൽ ഏജന്റിന് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹജ്ജ് ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കേണ്ടതാകുന്നു. ഇനി ക്രെഡിറ്റ് ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും 2025 ജൂലൈ 31 നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതും അത് പ്രകാരം നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതുമാകുന്നു. ഈ ഇൻഫർമേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.